ആഗ്രഹസാധ്യത്തിനായി ദൈവത്തിന് നേർച്ചകൾ നേരാറുണ്ടോ നിങ്ങൾ? വിജയലബ്ധിക്കായി ദൈവത്തോട് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് കാര്യം സാധിച്ചു കഴിയുമ്പോൾ ദൈവം ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സ്വന്തം വാക്ക് പാലിക്കുവാൻ സങ്കോചിച്ചു നിന്നിട്ടുണ്ടോ? ദൈവത്തിന് ശരിക്കും നിങ്ങളുടെ നേർച്ചയുടെ ആവശ്യമുണ്ടോ? ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 10, 11, 12 അധ്യായങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. യുദ്ധത്തിലെ വിജയത്തിനായി ചിന്തിക്കാതെ യഹോവയ്ക്കൊരു നേർച്ച നേർന്നതിൻ്റെ ഫലമായി തൻ്റെ ഏകപുത്രിയെ ഹോമയാഗമായി ബലിയർപ്പിക്കേണ്ടി വന്ന ഒരു പിതാവിൻ്റെ ജീവിതകഥ, ഇഫ്താഹിൻ്റെ കഥ. Stories that shine, truth that grows. Welcome to Joy Seeds. ഇസ്രായേലിൽ ന്യായാധിപന്മാരുടെ കാലം. ജനങ്ങൾ വീണ്ടും ദൈവത്തിനെതിരെ തിരിഞ്ഞു. ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരാധനാമൂർത്തികളായ ബാൽ, അഷ്ടോരത്ത് തുടങ്ങിയ അന്യദൈവങ്ങളുടെ വിഗ്രഹങ്ങളെ അവർ ആരാധിക്കുവാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു. തൽഫലമായി പുറം ജാതിക്കാർ അവരെ കീഴടക്കി. അമ്മോന്യർ ഇസ്രായേലിനെ 18 വർഷം അടിച്ചമർത്തി ഭരിച്ചു. കഷ്ടതകൾ സഹിക്കവയ്യാതെ വന്നപ്പോൾ ജനം ദൈവത്തോട് നിലവിളിച്ചു. അവർ തങ്ങളുടെ തെറ്റുകൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. അവർ അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞു. കർത്താവിനെ ആരാധിക്കാൻ മടങ്ങിവന്നു. എന്നിട്ടും അവരുടെ മുമ്പിൽ ഒരു ചോദ്യം ബാക്കിയായി. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ തങ്ങളെ ആര് നയിക്കും? അങ്ങനെ ഗിലെയാദിലെ പ്രഭുക്കന്മാരും ജനവും തമ്മിൽ ഒരു ധാരണയിലെത്തി. അമ്മോന്യരോട് യുദ്ധമാരംഭിക്കുവാൻ അവരെ സഹായിക്കുന്നവൻ ഗിലെയാദിലെ സകല നിവാസികൾക്കും തലവനാകും. യിഫ്താഹ് ഗിലെയാദ് ദേശത്ത് ജനിച്ച ഒരാളായിരുന്നു. അവൻ്റെ പിതാവ് ആ സമൂഹത്തിലെ ബഹുമാന്യനായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യിഫ്താഹിൻ്റെ അമ്മ ഗിലെയാദിൻ്റെ ഭാര്യയല്ലായിരുന്നു. സമൂഹം അവജ്ഞയോടെ കണ്ടിരുന്ന ഒരു വേശ്യാസ്ത്രീയായിരുന്നു അയാളുടെ അമ്മ. യിഫ്താഹ് ജനിച്ച നിമിഷം മുതൽ അവൻ്റെ കഥ മറ്റുള്ളവർ തീരുമാനിച്ചിരുന്നു. ഗിലെയാദിന് തൻ്റെ അനന്തരാവകാശികളായി അയാളുടെ ഭാര്യയിൽ പുത്രന്മാർ ജനിച്ചു. ആ മക്കൾ വളർന്നപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു. മറ്റൊരു സ്ത്രീയുടെ പുത്രനായ നീ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം പങ്കിടുകയില്ല. അവനെ സംരക്ഷിക്കേണ്ടിയിരുന്ന ആളുകൾ തന്നെ അവനെ തള്ളിക്കളഞ്ഞു. ഇഫ്താഹിൻ്റെ പിതാവ് അന്നത്തെ സമൂഹത്തിലെ ഒരു ഉയർന്ന പദവി അലങ്കരിച്ചിരുന്ന ആളും സമ്പന്നനുമായിരുന്നുവെന്ന് തിരുവെഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ഇഫ്താഹിനെ പുറത്താക്കിയപ്പോൾ അയാൾ മൗനം പാലിച്ചതായിട്ടാണ് തിരുവെഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട യിഫ്താഹ് തോബ് ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ വച്ച് അവനെപ്പോലുള്ള നിസ്സാരന്മാരായ മനുഷ്യർ അവനോടൊപ്പം കൂടി അവനെ അവരുടെ തലവനാക്കി. പിന്നീട് കുടുംബക്കാരാലും പിതാവിനാലും നിരസിക്കപ്പെട്ട ആ കുട്ടി ഒരു ശക്തനായ യോദ്ധാവായി മാറി. വർഷങ്ങൾ കടന്നുപോയി. ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടു. ശത്രുക്കൾ അവരെ തകർത്തു. ജനങ്ങൾ ഭയത്തിൽ ജീവിച്ചു. പെട്ടെന്ന് ഒരു ദിവസം കരുണയില്ലാതെ അവർ പുറത്താക്കിയ ആൾ അവർക്കാവശ്യമുള്ള അവരെ രക്ഷിക്കുവാൻ പ്രാപ്തനായ ആളായി മാറി. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കുവാനായി ഇഫ്താഹിനെ വിളിച്ചുകൊണ്ടുവരുവാൻ ഇസ്രായേല്യ മൂപ്പന്മാർ യാത്ര തിരിച്ചു. നിങ്ങൾക്കെന്നോട് വെറുപ്പല്ലേ? നിങ്ങൾ എന്നെ ആട്ടിയോടിച്ചതല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? നീ ഞങ്ങളോടുകൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലെയാദിലെ സകല നിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിനു വേണ്ടി നിന്നെ വിളിച്ചുകൊണ്ടുപോകുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നീയില്ലാതെ ഞങ്ങൾ തോൽക്കും. അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ തലവനാക്കുമോ? യഹോവ നമ്മുടെ മധ്യസാക്ഷി. നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. അങ്ങനെ ഇഫ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോടു കൂടെ പോയി.
ജനം അവനെ തലവനും സേനാപതിയുമാക്കി. യുദ്ധം ചെയ്യുന്നതിനു മുമ്പ് യിഫ്താഹ് സമാധാനത്തിന്റെ വഴി പരീക്ഷിച്ചു. അമ്മോന്യരുടെ രാജാവിന്റെ അടുക്കിലേക്ക് അയാൾ ദൂതന്മാരെ അയച്ചു. ആ ദൂതന്മാർ രാജാവിനു മുമ്പിൽ ഇസ്രായേലിന്റെ ചരിത്രം വിശദീകരിച്ചു. തങ്ങൾ ആരുടെയും രാജ്യം മോഷ്ടിച്ചിട്ടില്ലെന്നും തങ്ങളുടെ ദൈവമായ യഹോവ അവർക്കെതിരെ നിന്നിരുന്ന രാജ്യങ്ങളെ തങ്ങൾക്ക് അവകാശമായി നൽകിയതാണെന്നും ബോധിപ്പിച്ചു. എന്നിട്ടും യിഫ്താഹ് പറഞ്ഞയച്ച വാക്ക് അമ്മോന്യരുടെ രാജാവ് കൂട്ടാക്കിയില്ല. യുദ്ധം അനിവാര്യമായി. അപ്പോൾ യഹോവയുടെ ആത്മാവ് യിഫ്താഹിന്മേൽ വന്നു. അവൻ തന്റെ ആൾക്കാരെ കൂട്ടി അമ്മോന്യരുടെ നേരെ ചെന്നു. പക്ഷേ അവന്റെ ഉള്ളിലെ പരാജയഭയം മൂലം അവൻ ദൈവം ആവശ്യപ്പെടാത്ത ഒരു കാര്യം ചെയ്തു. യിഫ്താഹ് യഹോവയ്ക്കൊരു നേർച്ച നേർന്നു പറഞ്ഞു. നീ അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങിവരുമ്പോൾ എൻ്റെ വീട്ടുവാതിൽക്കൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്കുള്ളതാകും. അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ബലപ്പെടുത്തിയിട്ടും വരും വരാഴികളെക്കുറിച്ച് ചിന്തിക്കാതെ പരാജയഭീതിയിൽ ദൈവവുമായി നടത്തിയ ഒരു വിലപേശലായി അത് മാറി. അവനൊരു മഹാസംഹാരം നടത്തി 20 പട്ടണങ്ങളെ കീഴടക്കി. യഹോവ അവർക്ക് അമ്മോന്യരുടെ മേൽ വിജയം നൽകി. യുദ്ധം കഴിഞ്ഞ് അവൻ തന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വാതിൽ തുറന്ന് അവനെ എതിരേൽക്കുവാൻ വേണ്ടി ആദ്യമായി പുറത്തേക്ക് വന്നത് ഒരു വഴിപാട് വസ്തുവോ ഒരു മൃഗമോ ഒന്നുമല്ലായിരുന്നു. പകരം അവന്റെ ഏക മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റുവന്നു. അവളല്ലാതെ അവനു വേറൊരു മകനോ മകളോ ഇല്ലായിരുന്നു. അവളെ കണ്ടയുടനെ അവൻ തന്റെ വസ്ത്രം കീറി. യിഫ്താഹ് ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല, അവൻ സ്വയം കുറ്റപ്പെടുത്തി. അയ്യോ, എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു. നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ആ നിമിഷം യിഫ്താഹ് തന്റെ വാക്കുകളിൽ താൻ തന്നെ കുടുങ്ങിയിരിക്കുന്നു എന്നു മനസ്സിലാക്കി. തന്റെ വിശ്വാസക്കുറവ് മൂലം ദൈവം ആവശ്യപ്പെടാതെ താൻ നടത്തിയ ആ പ്രസ്താവന നടപ്പിലാക്കേണ്ടിയിരിക്കുന്ന സമയം വന്നിരിക്കുന്നു എന്നയാൾ മനസ്സിലാക്കി. അയാളുടെ മകൾ അവൾ ചെയ്യാത്ത ഒരു പ്രതിജ്ഞയുടെ അനന്തരഫലം സ്വീകരിക്കുവാൻ പ്രേരിതയായി. അപ്പാ, യഹോവ അപ്പനു വേണ്ടി ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം നടത്തിയിരിക്കുക. അപ്പൻ നേർന്നതുപോലെ എന്നോട് ചെയ്തുകൊള്ളൂ. എന്നാൽ ഈയൊരു കാര്യം അപ്പൻ അനുവദിക്കണം. ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എൻ്റെ സഖിമാരുമായി എൻ്റെ കന്യാത്വത്തെക്കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് 2 മാസത്തെ അവധി തരണം. പോയിട്ട് വരൂ മകളെ. അങ്ങനെ അയാൾ അവളെ 2 മാസത്തേക്ക് അയച്ചു. അവൾ തന്റെ സഖിമാരുമായി ചെന്ന് തന്റെ കന്യാത്വത്തെക്കുറിച്ച് പർവ്വതങ്ങളിൽ വിലാപം കഴിച്ചു. 2 മാസം കഴിഞ്ഞിട്ട് അവൾ തന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിവന്നു. അവൻ നേർന്നിരുന്ന നേർച്ച പോലെ അവളോട് ചെയ്തു. പിന്നെ ആണ്ടുതോറും ഇസ്രയേലിലെ കന്യകമാർ 4 ദിവസം ഗിലെയാദ്യനായ യിഫ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രയേലിൽ ഒരാചാരമായി തീർന്നു. കാര്യസാധ്യത്തിനായി ദൈവത്തിന് നേർച്ചകൾ കഴിക്കുന്നത് എന്നും ആളുകൾ ചെയ്തു പോകുന്നൊരു കാര്യമാണ്. ദൈവമേ, നീ എന്നെ സുഖപ്പെടുത്തിയാൽ ഞാൻ പള്ളിയിലേക്ക് ഇത്ര പണം നൽകിയേക്കാം. നീ എന്നെ സഹായിച്ചാൽ ഞാൻ സാധുക്കൾക്ക് ഭക്ഷണം ദാനം ചെയ്യും. നീ ഉത്തരം നൽകിയാൽ ഞാൻ പകരം എന്തെങ്കിലുമൊക്കെ നൽകും. പക്ഷെ ഈ കഥ ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യം നമ്മോട് ചോദിക്കുന്നു. ദൈവത്തിന് നമ്മുടെ വിലപേശലുകൾ ആവശ്യമുണ്ടോ? എല്ലാം സൃഷ്ടിച്ചവന് പണം ആവശ്യമുണ്ടോ? അതോ പ്രേരണ ആവശ്യമുണ്ടോ? അതോ അദ്ദേഹം നമ്മളിൽ നിന്ന് വിശ്വാസമുള്ള ഒരു ഹൃദയവും തൻ്റെ കൽപ്പനകളോടുള്ള അനുസരണയും മാത്രമാണോ ആഗ്രഹിക്കുന്നത്? ഇതിനുള്ള ഉത്തരം നമ്മളുടെ മനസ്സിൽ തന്നെയുണ്ട്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വിശ്വാസത്തെ പരാജയഭയത്തിലേക്കും ഭയം പിന്നീട് വിലപേശലുകളിലേക്കും നയിക്കുന്നു. തെളിഞ്ഞ മനസ്സോടെയുള്ള വിശ്വാസം കൊണ്ട് നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ ഭയത്തിന്റെ പ്രഭാവം മൂലം എന്തു വില കൊടുത്തും നേടിയെടുക്കുമെന്നുള്ള വാശിയായി പരിണമിക്കുന്നു. പിന്നീട് എഫ്രയീമ്യർ ഒന്നിച്ചുകൂടി യിഫ്താഹിനെതിരെ ചെന്നു. അമോന്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ തങ്ങളെ വിളിക്കാതിരുന്നതെന്താണെന്ന് അവരവനോട് ചോദിച്ചു. ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീടിന് തീ വെച്ച് ചുട്ടുകളയും എന്നു പറഞ്ഞു. അമോന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ ഒരു സഹായവും ചെയ്തിരുന്നില്ലെങ്കിലും അവർക്ക് ലഭിച്ച വിജയത്തിന്റെ ക്രെഡിറ്റ് എഫ്രയീമ്യർക്കും വേണമായിരുന്നു. തന്റെ സഹായ അഭ്യർത്ഥനകൾ നിരസിച്ചിട്ട് ഇപ്പോൾ തന്നോട് വഴക്കിടാൻ വന്ന എഫ്രയീമ്യരോട് യിഫ്താഹ് ദയ കാണിച്ചില്ല. ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു.
എഫ്രായിമ്യ പട്ടാളക്കാർ രക്ഷപ്പെടുന്നത് തടയാൻ ഇഫ്താഹ് യോർദാന്റെ കടവുകളിൽ കാവലേർപ്പെടുത്തി. എഫ്രായിം വ്യത്യസ്തമായൊരു ഭാഷയാണ് സംസാരിച്ചിരുന്നത്. നീ എഫ്രായിമ്യനാണോ? അല്ല, ഷിബ്ബോലത്ത് എന്ന് പറയും. സിബ്ബോലത്ത്. രക്ഷപ്പെടാൻ ശ്രമിച്ച എഫ്രൈമി പട്ടാളക്കാരെ അവർ പിടിച്ച് യോർദാന്റെ കടവുകളിൽ വെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ ആ കാലത്ത് എഫ്രൈമ്യരിൽ 42,000 പേർ വീണു. ഇഫ്താഹ് 6 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. പിന്നെ അവൻ മരിച്ചു. ഇഫ്തഹിന്റെ കഥ ദൈവവുമായി വിലപേശാൻ നമ്മെ പഠിപ്പിക്കുന്നില്ല. ഭയം കലർന്ന വിശ്വാസവും അശ്രദ്ധമായി ദൈവത്തോട് പറയുന്ന വാക്കുകളും നേർച്ചകളുമൊക്കെ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുടെ നാശത്തിനു കാരണമായേക്കാമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു.